എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 5-ാം സങ്കീർത്തനം 5-ാം വാക്യം. അഹങ്കാരികൾ നിന്റെ സന്നിധി നിൽക്കുകയില്ല, നീതിയേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു. ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ നിഷ്കളങ്കതയും ദൈവഭക്തിയും ഉള്ളവരായിരിക്കണം. അഹങ്കാരികൾക്ക് ദൈവസന്നിധി നിൽക്കുവാൻ സാധ്യമല്ല. ഞാനെന്നുള്ള ഭാവം പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. എന്നിലുള്ള അകത്തെ മാറ്റിക്കളയാതെ ഒരു യഥാർത്ഥ ദൈവഭക്തനായി മാറുവാൻ കഴിയുകയില്ല. ജീവിതത്തിൽ നീതിയോടെ ജീവിക്കുന്നതിന് മാത്രമേ ദൈവത്തിൻ്റെ നീതി ലഭിക്കുകയുള്ളൂ. മനുഷ്യരുടെ മുൻപിലും ദൈവത്തിന് മുൻപിലും ഞാനെന്നുള്ള ഭാവം ഉപേക്ഷിച്ച് നീതിയുള്ളവരായി ജീവിക്കുവാൻ നമ്മെ തന്നെ നമുക്കൊരുക്കാം. തൻ്റെ മകനായ അബ്ശാലോം പോലും തനിക്കെതിരെ നിന്നപ്പോഴും തനിക്ക് ചുറ്റും ശത്രുക്കൾ പെരുകിയപ്പോഴും ദാവീദിന്റെ പ്രാർത്ഥന ദൈവ വഴികളിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയ്ക്കായിട്ടാണ്. പ്രിയ സ്നേഹിതരെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ നമ്മളിലുള്ള അകത്തെ മാറ്റി നീതി പ്രവർത്തിക്കുന്നവരായി രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രതിസന്ധികളുടെ മധ്യത്തിലും നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.